ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയോളം എന്ന് കേട്ടിട്ടില്ല. അപ്പം നമ്മുടെ ചാടിക്കളിക്കുന്ന ചെമ്മീൻ ഇന്ന് എൻ്റെ ചട്ടിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് ചെമ്മീനാണ് ഇന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മുടെ കയന്തൻ എന്ന് പറയും, പിന്നെ ഒന്ന് തക്കാളി ചെമ്മീൻ കേട്ടോ. റെഡ് കളർ ആയതുകൊണ്ടായിരിക്കാം അതിന് തക്കാളി ചെമ്മീൻ എന്ന് പറയുന്നത്. പിന്നെ ആ വലിയ ചെമ്മീനാണ് കേട്ടോ കയന്തൻ. അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്, ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ചെമ്മീൻ ഒരുക്കുന്ന പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട്. അമ്മ അപ്പുറത്ത് നൈസ് പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല നൈസ് പത്തിരിയും ചെമ്മീൻ കറി ആയിരുന്നു കേട്ടോ. അപ്പം വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ നൈസ് പത്തിരി തകൃതിയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് സിമ്പിളായിട്ടൊരു ചെമ്മീൻ കറി ഉണ്ടാക്കണം. അതിനുവേണ്ടി ചെമ്മീൻ്റെ കൂടെ തന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ അങ്ങോട്ട് മുറിച്ചിട്ട് അങ്ങോട്ട് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വെന്ത് വരും. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നൈസ് പത്തിരീൻ്റെ കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ.